ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഇത് എപ്പിസോഡ് നമ്പർ 15 വിത്ത് 17 കണ്ടസ്റ്റൻസ്. എല്ലാ തവണത്തെക്കാളും ഇത്തവണ ബിഗ് ബോസിന് വ്യൂവേഴ്സ് കൂടുതലാണെന്നാണ് പറയുന്നത്. കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. വ്യൂവേഴ്സ് കൂടുതലാണ്, റേറ്റിംഗ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം മുതൽ തന്നെ നല്ല രീതിയിലുള്ള കണ്ടന്റ്സ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്കായിട്ട് എല്ലാവരും ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റീസൺ കൊണ്ടിട്ട് തന്നെ ഒരുപാട് വ്യൂവേഴ്സ് അതിലേക്ക് ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എല്ലാവരും വന്ന് കാണുന്നുണ്ട് എന്നതാണ് തോന്നുന്നത്. പിന്നെ ബിഗ് ബോസ് ഹൗസിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും ഈ അടിയും വഴക്കും തമ്മിത്തല്ലും മാത്രം പോരല്ലോ, കുറേ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് ഇത്തവണ ബിഗ് ബോസിൽ വരുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ ആഴ്ച മുതലാണ് അതൊരു ഓണായിട്ട് വരുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് ആ വീട്ടിൽ തന്നുകൊണ്ടിരുന്നത് ജിൻഡോയും സുരേഷ് ഏട്ടനുമാണ്. അപ്പോൾ അത് ആ ഒരു ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നൃത്തത്തോട് കൂടിയിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡ്, സൺഡേ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുള്ള ഒരു ഡാൻസ് പെർഫോമൻസ്, ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ജിൻഡോയും അപ്സരയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ജിൻഡോ പല സമയത്തും ലൈവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ജിൻഡോ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നതിനായിട്ട് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അപ്സരയുടെ അടുത്ത് പോയി പഠിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറയുകയുണ്ടായി, ഞായറാഴ്ച ജിൻഡോയും അപ്സരയും കൂടിയിട്ടൊരു നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ജിൻഡോ പക്കായിട്ട് ഓണായി വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയിട്ടാണ് ഇത്തരം ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഫിസിക്കൽ ടാസ്കുകളെല്ലാം തന്നെ ജിൻഡോ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യങ്ങളിലും ജിൻഡോ മുമ്പിലാണ്. അത് ആ ഒരു ഡാൻസ് പെർഫോമൻസിന് ശേഷം നാട്യമയൂരം ജിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് ജിൻഡോയ്ക്ക് കിട്ടുകയുണ്ടായി. അത് ജിൻഡോ അതിൽ ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ഫീലിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. ബാക്കി 18 പേരും മണ്ടൻ എന്ന് മുദ്ര കുത്തി എനിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമാണ് എന്നുള്ളത് ശനിയാഴ്ചയും ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെ ജിൻഡോ വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. ഫസ്റ്റത്തെ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അർജുൻ അധികമായിട്ടൊരു ക്യാപ്റ്റൻസി റോള് നല്ല രീതിക്ക് ചെയ്തിരുന്നില്ല എന്ന് ഹൗസ് മേറ്റ്സും വ്യൂവേഴ്സും അടക്കം പരാതിപ്പെട്ടിരുന്നു. പക്ഷേ ഇത്തവണത്തെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന അപ്സര നല്ല ബെസ്റ്റ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. കാരണം ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് അപ്സരയുടെ ക്യാപ്റ്റൻസിയെ പറ്റി കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഏഷ്യാനെറ്റിലേക്ക് ഒഫീഷ്യലായിട്ട് ചെന്നിട്ടുണ്ടായിരുന്ന ആ ഒരു റെസ്പോൺസസ് വെച്ചിട്ടും പ്രേക്ഷകരും നല്ലൊരു ക്യാപ്റ്റൻ എന്നുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ബെസ്റ്റ് ക്യാപ്റ്റനായിട്ട് അപ്സരയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ആ ഒരു അക്സെപ്റ്റൻസ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്സരയെ എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഒരു ഇത്. അപ്പോൾ ലേഡീസ് കണ്ടസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ ഹൗസിലുള്ളവരിൽ നിന്ന് അപ്സര നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് അവിടെ മാറുകയാണ്. അപ്സരയ്ക്ക് നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടുകയാണ്. ഫൈനൽസ് വരെ അപ്സര പോകാനുള്ള ഒരു ചാൻസ് അതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്ന ഒരു ഫിസിക്കലി നല്ല രീതിക്ക് കളിച്ച് ജയിക്കേണ്ട ഒരു ടാസ്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര കഠിനമായിട്ടുള്ളൊരു ഹാർഡായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. സിജോയും അൻസിബയും റോക്കിയുമായിരുന്നു അതിൽ ലാസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു 3 പേരും നല്ല രീതിയിൽ ഹാർഡായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ സിജോയ്ക്കാണ് ആ ഒരു ക്യാപ്റ്റൻസിയുടെ ക്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സിജോ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സിജോ ഒരു ക്യാപ്റ്റനായിട്ട് വരാനും ഒരു യോഗ്യത ഉള്ള ഒരാളായിട്ട് ഫസ്റ്റ് വീക്ക് മുതൽ എല്ലാവർക്കും തന്നെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. സിജോ നല്ലൊരു ഗെയിമർ ആണെന്നുള്ളൊരു ഫീഡ്ബാക്കും റെസ്പോൺസും കിട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ചെറിയൊരു ടാസ്ക് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിശ്വാസം ആൻഡ് വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ എല്ലാവരും ചേർന്നിട്ട് വിശ്വാസവഞ്ചകൻ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രി ആയിരുന്നു. ഗബ്രിയുടെ ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് ആളുകൾ ആ ഒരു വിലയിരുത്തൽ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസ് ഹൗസിലെ ഹൗസ് മേറ്റ്സ് ആണ് ആ ഗബ്രിയെ ആ ഒരു ഇതിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഗബ്രി കാണിച്ചൊരു ആക്ട് ആയിട്ട് ബന്ധപ്പെടുത്തി ലാലേട്ടൻ ഗബ്രിയെ ശകാരിക്കുകയുണ്ടായി. തോന്നിവാസം കളിക്കരുത്, നല്ല രീതിക്ക് കളിക്കണം എന്നുള്ള ഒരു കാര്യം അവിടെ ലാലേട്ടൻ പറയുകയുണ്ടായി. അതോടൊപ്പം ഗബ്രിയെ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്നുള്ള ഒരു ടാഗ് ലൈനിലേക്ക് ഗബ്രി മാറുകയാണ് ഉണ്ടായത്. കാരണം ഗബ്രി പക്കായിട്ട് ഇപ്പോൾ ജാസ്മിൻ്റെ നിഴലിൽ നിന്നിട്ടാണ് കളിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായം മൊത്തത്തിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആണ് നടന്നിട്ടുള്ളത്. എല്ലാ തവണയും ഓരോ എവിക്ഷൻ
നടക്കുമ്പോൾ സാധാരണ ബിഗ് ബോസിൽ ആദ്യത്തെ ആഴ്ചയിൽ എവിക്ഷൻ ഉണ്ടാകാറില്ല. പക്ഷേ രണ്ടാമത്തെ ആഴ്ച ഒരാൾ എന്നുള്ള രീതിയിൽ പോകും. പക്ഷേ ഇത്തവണ 2 എവിക്ഷൻ നടന്നിട്ടുണ്ട്. ഒന്ന് നിഷാനയാണ് ശനിയാഴ്ച പുറത്തു പോയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇന്നിപ്പോൾ പുറത്തു പോയിരിക്കുന്നത് സുരേഷ് മേനോനാണ്. സുരേഷ് മേനോൻ ആക്ച്വലി ആൾ ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് പ്രേക്ഷകർക്കും ബിഗ് ബോസ് ഹൗസിലുള്ളവർക്കും തോന്നിയിട്ടില്ല. കാരണം ആൾ ഭയങ്കര ജെനുവിൻ ആയിട്ടാണ് ആ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസ് ഗെയിമിന് വേണ്ടുന്ന ഒരു വക്രബുദ്ധിയോ കുരുട്ടു ബുദ്ധിയോ ഒന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഗെയിമിന് പറ്റിയ ഒരാളായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. പിന്നെ ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിനൊക്കെ ആണെങ്കിൽ ഓപ്പോസ് ചെയ്ത് നിന്നുകൊണ്ട് കളിക്കാൻ നല്ലൊരു ബുദ്ധിമുട്ട് അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സുരേഷ് ചേട്ടൻ എന്നുള്ള ഒരു ഇതിൽ എല്ലാവർക്കും ഭയങ്കര ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും ആയിരുന്നു സുരേഷിനോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ അവർക്കൊരിക്കലും എതിരെ നിന്നുകൊണ്ട് കളിക്കാൻ, സുരേഷിനെതിരെ നിന്ന് കളിക്കാൻ പറ്റുന്നുണ്ടായില്ല. അതോടുകൂടെ സുരേഷിന് ഭയങ്കര ഒരു ഹെൽത്ത് കണ്ടീഷനിൽ ഭയങ്കരമായ ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു ആൾ. പക്ഷേ പ്രേക്ഷകരുടെ വിധിപ്രകാരം എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് ഇത്തവണ ഈ ഒരാഴ്ചയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടുള്ളത്. അപ്പോൾ 2 പേര് പുറത്തു പോയിരിക്കുകയാണ്. ഇനി ആ വീട്ടിലുള്ളത് 16 പേരാണ്. 16 പേരോട് കൂടിയിട്ടാണ് ഈ ഒരാഴ്ച പോകാനുള്ളത്. പവർ ടീമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജിൻഡോയും രശ്മിനുമാണ്. അതേപോലെ ക്യാപ്റ്റനായിട്ട് സിജോ വന്നിരിക്കുകയാണ്. ഇനി ഈ ആഴ്ചകളിലെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയാം. അതോടൊപ്പം ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. റോക്കി ഔട്ടാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ആഴ്ചത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കാണാം.